കേരളത്തിലെ MLA-മാരുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വിലയിരുത്തുവാനുള്ള പോർട്ടൽ MLAtrack.com. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ട. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ട. ലോക ആർച്ചറി സംഘടനയുടെ 2025 മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശീതൽ ദേവി. 2025 നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡിൽ ഫിക്ഷൻ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഹാൻ കാങ്. 2025 നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡിൽ ഫിക്ഷൻ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഹാൻ കാങ്. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതി വായുബാൺ. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതി വായുബാൺ. മിയാമി ഓപ്പൺ ടെന്നീസ് 2026 വനിതാ സിംഗിൾസ് ജേതാവ് അരിയാന സബലെങ്ക. മിയാമി ഓപ്പൺ ടെന്നീസ് 2026 വനിതാ സിംഗിൾസ് ജേതാവ് അരിയാന സബലെങ്ക. മിയാമി ഓപ്പൺ ടെന്നീസ് 2026 പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ. മിയാമി ഓപ്പൺ ടെന്നീസ് 2026 പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള ദേശീയ വനിതാ കമ്മീഷന്റെ പരാതി പരിഹാര അദാലത്തിന്റെ പേര് മഹിളാ ജൻ സുവായ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള ദേശീയ വനിതാ കമ്മീഷന്റെ പരാതി പരിഹാര അദാലത്തിന്റെ പേര് മഹിളാ ജൻ സുവായ്. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാൻ വികസിപ്പിച്ച AI ആപ്പ് നിയോഫൈറ്റ് ID. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാൻ വികസിപ്പിച്ച AI ആപ്പ് നിയോഫൈറ്റ് ID. ഏത് മതങ്ങളിലേക്ക് ഒഴികെ നടത്തുന്ന മതപരിവർത്തനം പട്ടികജാതി പദവി നഷ്ടപ്പെടുത്തുമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. സിഖ്, ഹിന്ദു, ബുദ്ധ. ഇന്ത്യയുടെ സൃഷ്ടിപരമായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തുടക്കം കുറിച്ച നാഷണൽ AI സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവുമായി സഹകരിക്കുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങളാണ്? യൂട്യൂബ് ആൻഡ് ഗൂഗിൾ. ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം ഏതാണ്? സ്ലോവേനിയ. ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം സ്ലോവേനിയ. ട്രാൻസ്ജെൻഡർ വനിതകളെ വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്ന തീരുമാനമെടുത്ത കമ്മിറ്റി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. ട്രാൻസ്ജെൻഡർ വനിതകളെ വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്ന തീരുമാനമെടുത്ത കമ്മിറ്റി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? അഡ്വക്കേറ്റ് P. ശ്രീകുമാർ. കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് അഡ്വക്കേറ്റ് P. ശ്രീകുമാർ. വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്കോൾ വൻ ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്കോൾ വൻ ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. ജൻ വിശ്വാസ് ഭേദഗതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും എത്ര ദിവസം കൂടി ഉപയോഗിക്കാം? 30 ദിവസം. 2027 ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ സുദർശൻ പട്നായിക്. 2027 ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ സുദർശൻ പട്നായിക്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറാൻ ലക്ഷ്യമിടുന്ന ഉത്തർപ്രദേശിലെ പുതിയ വിമാനത്താവളം നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറാൻ ലക്ഷ്യമിടുന്ന ഉത്തർപ്രദേശിലെ പുതിയ വിമാനത്താവളം നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച സുതാര്യമായ ഡിജിറ്റൽ സംവിധാനം ഏതാണ്? സുവിധ ആപ്പ്. ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച സുതാര്യമായ ഡിജിറ്റൽ സംവിധാനം ഏതാണ്? സുവിധ ആപ്പ്. ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ വന്ന നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ സഞ്ജയ് തിവാരി. ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം നിലവിൽ വന്ന നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ സഞ്ജയ് തിവാരി. RBI ആരംഭിച്ച അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പരാതി നൽകുവാനും വിവരങ്ങൾ അറിയുവാനുമുള്ള വെബ്സൈറ്റ് ഏതാണ്? സജേത്.
RBI ആരംഭിച്ച അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പരാതി നൽകുവാനും വിവരങ്ങൾ അറിയാനുമായി വെബ്സൈറ്റ് ഏതാണ്? സജേദ്. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഗെർഡ് ഫാൾട്ടിങ്. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനും സോഷ്യൽ മീഡിയ ഭീമമായ മെറ്റയ്ക്ക് $37.5 കോടി പിഴ ചുമത്തിയ അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? ന്യൂ മെക്സിക്കോ. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനും സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയ്ക്ക് $37.5 കോടി പിഴ ചുമത്തിയ അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? ന്യൂ മെക്സിക്കോ.